പവറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് റോബർട്ട് ഗ്രീൻ്റെ ദി 48 ലോസ് ഓഫ് പവർ. അതിലെ 11ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിങ്ങനെയാണ്: ലേൺ ടു കീപ് പീപ്പിൾ ഡിപ്പെൻഡൻറ്റ് യു. അതായത് പറഞ്ഞു വരുമ്പോൾ ആൾക്കാർ എപ്പോഴും നമ്മളെ ആശ്രയിച്ചിരിക്കണം എന്നുള്ളതാണ്. ആൾക്കാരുടെ ഒരു സൊല്യൂഷൻ, പ്രശ്നപരിഹാരം അതൊക്കെയും നമ്മളിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഒക്കെ പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ അവരുടെ മുഖങ്ങളിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ മുഖം നമ്മളായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ നാളെ നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ ഒരു മണി തെറ്റാതെ അവർ നമ്മൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ്, അങ്ങനെ ഒരു 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 ചുറ്റുപാടാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനെയാണ് ഈ അധ്യായം പറയുന്നത്. ഒരു അതിർവരമ്പുകളുമില്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ മുഖം, അങ്ങനത്തെ മുഖങ്ങൾ നമ്മളായി മാറണം. അപ്പോൾ വലിയ ശക്തമായ ഒരു സ്വാധീനം ആൾക്കാർക്കിടയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി ഉണ്ടാക്കിയെടുക്കുന്നു. അതും വളരെ വ്യക്തമായ ഒരു ശക്തമായ ഒരു പവർ തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ആ ഒരു ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈയൊരു അധ്യായം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രശ്നപരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ ഒരു മുഖം ആരാണ് എന്ന് നമ്മൾ മനസ്സിലോർക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആ ഒരാൾ മാത്രമാണോ പരിഹാരം, അല്ലെങ്കിൽ ഒരുപാട് ബദൽ മാർഗങ്ങൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസും കൂടി നമ്മൾ കണ്ടെത്താനുള്ള ഒരു സമയം കൂടിയാണ്. അല്ല എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ആ ഒരാളിൽ, ആശ്രയം ആ ഒരാളിൽ മാത്രമായി ഒതുങ്ങിപ്പോവും. അടുത്ത നല്ലൊരു അധ്യായമായിട്ട് നമുക്ക് വീണ്ടും കാണാം.